സ്പേഷ്യൽ ബോണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെമിസ്ട്രി ക്വിസിലെ മൂന്നാമത്തെ വീഡിയോയിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ആദ്യം പറയുന്നത്. അതിനെ തുടർന്ന് നമ്മൾ 50 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്ന് ചർച്ച ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഫോസ്ഫറസ് ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. ഓർമ്മയുണ്ടായിരിക്കും, ചോദ്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കോപ്പർ ആണ്. 4 തേയില, 5 സ്വിറ്റ്സർലൻഡ്, 6 യെല്ലോ കളർ മഞ്ഞ, 7 സിലിക്കൺ ഡയോക്സൈഡ്, 8 നിയോപ്രിൻ, 9 ഐസോട്രോൺസ്, 10 ഫ്ലൂറിനാണ്, 11 ജോസഫ് പ്രീസ്റ്റ്ലി. 12th ക്വസ്റ്റ്യൻ ആൻസർ അമോണിയം കാർബണേറ്റ്. 13 റീനിയം. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബ്രോമിൻ. 15 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH. അപ്പോൾ 15 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിൽ എത്ര എണ്ണം ശരിയായി എന്ന് നോക്കുക. ഇനി ഇന്ന് തൊട്ട് ഈ പ്രാവശ്യത്തെ വീഡിയോ തൊട്ട് നമ്മൾ ചെയ്യുന്നത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരുമിച്ചാക്കുകയാണ്. ചില ഭാഗത്ത് നിന്ന് വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 50 ചോദ്യങ്ങളാണ്. കെമിസ്ട്രിയിലെ 50 ചോദ്യങ്ങൾ. ഇത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, PSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ തുടങ്ങിയവർക്കെല്ലാം ഉപയോഗപ്രദമാവുന്ന ആർക്കും കെമിസ്ട്രി അറിയാൻ വേണ്ടുന്ന 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ തൊട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ വരെ ഈ ക്വിസ് മത്സരത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ ചോദ്യങ്ങൾ അവതരിപ്പിക്കും. ആ ചോദ്യങ്ങൾക്ക് ശേഷം ഒരു ചെറിയ സമയം തരും. ആ സമയത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു ബെല്ലടിക്കും. ബെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉത്തരങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ക്വിസ് മത്സരം തുടങ്ങാം. എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് കണ്ടെത്തുന്ന ഒരു ചെറിയ മത്സരത്തിൻ്റെ തലത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ എപ്പോഴും ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ആദ്യ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് 10 ചോദ്യങ്ങൾ തരികയാണ്. ആ 10 ചോദ്യങ്ങളിൽ ഞാനൊരു പദാർത്ഥത്തിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് പറയും. ആ പേര് ഏത് കോമ്പൗണ്ടിൻ്റെ ആണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ശരി, തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, സ്പിരിറ്റ് എന്താണെന്ന് എഴുതുക. സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്പിരിറ്റ് എന്നത് എന്താണ്? സ്പിരിറ്റ് എഥനോൾ ആണ്, അഥവാ ഈഥൈൽ ആൽക്കഹോൾ ആണ്. സ്പിരിറ്റ് എഥനോൾ അഥവാ ഈഥൈൽ ആൽക്കഹോൾ ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇതിൽ വിശദീകരണങ്ങളില്ല, കാരണം കൂടുതൽ ചോദ്യങ്ങളും കുറഞ്ഞ സമയവുമാകുന്നത് കൊണ്ട് നമ്മൾ വലിയ വിശദീകരണങ്ങൾ തരുന്നില്ല. കൂടുതൽ അറിയേണ്ടവർ ഈ ചാനലിൽ ഡൗട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡൗട്ട് ചോദിച്ചാൽ മതി, കൃത്യമായിട്ട് പറഞ്ഞുതരാം. അടുത്തത് ചുണ്ണാമ്പ് കല്ല്, ലൈം സ്റ്റോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? ലൈം സ്റ്റോൺ കിട്ടിയിട്ടുണ്ടായിരിക്കും. ലൈം സ്റ്റോൺ എന്നറിയപ്പെടുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. കറിയുപ്പ്, കോമൺ സോൾട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? അതിൻ്റെ രാസസൂത്രം, രാസനാമം. സോഡിയം ക്ലോറൈഡ് ആണ് കറിയുപ്പ് എന്നറിയപ്പെടുന്നത്. എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. മാർബിൾ രാസപരമായി എന്താണ്? മാർബിൾ, കെമിക്കലി മാർബിൾ എന്നത് എന്താണ്? വീണ്ടും നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. കാൽസ്യം കാർബണേറ്റ് ആണ്. മാർബിൾ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. അടുത്ത ചോദ്യം, സോഡ വാട്ടർ എന്നറിയപ്പെടുന്നത്, നമ്മൾ സാധാരണ കുടിക്കുന്ന സോഡ വാട്ടർ എന്നറിയപ്പെടുന്നത് എന്താണ്? രാസപരമായി സോഡ വാട്ടർ എന്താണ്? എഴുതിയിട്ടുണ്ടായിരിക്കും. അത് ഫോമിൽ എഴുതിയാലും മതി, അല്ലെങ്കിൽ പേര് എഴുതിയാലും മതി. കാർബോണിക് ആസിഡ് ആണ് സോഡ വാട്ടർ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, നമുക്കെല്ലാം പരിചിതമായിട്ടുള്ള ഒരു വസ്തുവാണ് പറയുന്നത്. ബ്ലീച്ചിങ് പൗഡർ എന്നാൽ എന്താണ്? ബ്ലീച്ചിങ് പൗഡർ, അതിൻ്റെ രാസനാമം എന്താണ്? ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറൈഡ് ആണ്. കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറൈഡ്, CaOCl2, കാൽസ്യം അല്ലെങ്കിൽ CaClOCl, കാൽസ്യം ക്ലോറോ ഹൈപ്പോക്ലോറൈഡ് ആണ് ബ്ലീച്ചിങ് പൗഡർ. 8ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. നമ്മൾ സാധാരണ കുരുമുളക് കൃഷിയൊക്കെ നടത്തുന്ന ആൾക്കാർ തുരിശും കുമ്മായും തളിക്കാറുണ്ട്. ഇതിൽ തുരിശ് എന്നറിയപ്പെടുന്നത് എന്താണ്? തുരിശ് എന്ന് അറിയപ്പെടുന്നത് ഏത് കെമിക്കലാണ്? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് തുരിശ്. തുരിശ് എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. അടുത്ത ചോദ്യം വീണ്ടും നമുക്ക് പരിചിതമായ ഒരു മെറ്റീരിയലിലേക്കാണ് വരുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എല്ലാവർക്കും അറിയാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നത് എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? കെമിക്കലി വാട്ട് ഈസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്? കാൽസ്യം സൾഫേറ്റ് (H2O). H2O എന്ന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. കെമിക്കലി എന്ന് ചോദിക്കുമ്പോൾ കാൽസ്യം സൾഫേറ്റ് ആണ്. കാൽസ്യം സൾഫേറ്റ് (H2O), CaSO4
ഡോട്ട് ഹാഫ് H2O 1/2 H2O. ഓക്കെ, അടുത്ത ചോദ്യം നമ്മൾ സിന്ദൂരം എന്നറിയപ്പെടുന്ന സാധനം ഉണ്ടല്ലോ, സിന്ദൂരം പൊട്ടക തൊടാൻ ഉപയോഗിക്കുന്ന സിന്ദൂരം. സിന്ദൂരം കെമിക്കലി എന്താണ്? സിന്ദൂരം കെമിക്കലി എന്താണ്, രാസപരമായി എന്താണ് സിന്ദൂരം? യെസ്, HgSO4 അഥവാ മെർക്കുറിക് സൾഫേറ്റ് ആണ് സിന്ദൂരം. HgSO4 അഥവാ മെർക്കുറിക് സൾഫേറ്റ് ആണ് സിന്ദൂരം. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. 10ൽ 10 കിട്ടിയവരുണ്ടോ? 9, 8, 7. ഓക്കെ 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 നമുക്ക് അടുത്തത് 11th ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. ഇത് കുറച്ചുകൂടി ചിന്തിച്ച് ആൻസർ എഴുതേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കുക. യെസ്, ഫാക്ടം ഫോഴ്സ് ഫാക്ടം ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ ആണ്. ഫാക്ടം ഫോഴ്സ് ഈസ് എ കെമിക്കൽ ഫെർട്ടിലൈസർ. ഫാക്ടം ഫോഴ്സിലെ പ്രധാന ഘടകം ഏതാണ്? മെയിൻ കോമ്പോണന്റ് ഏതാണ്? ഫാക്ടം ഫോഴ്സിലെ പ്രധാനപ്പെട്ട കോമ്പോണന്റ് ഏതാണ്? യെസ്, അമോണിയം കാർബണേറ്റ് ആണ്. NH4 2CO3 ആണ് പ്രധാന ഘടകം. ഫാക്ടം ഫോഴ്സിലെ പ്രധാന ഘടകം അമോണിയം കാർബണേറ്റ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം ഏതാണ്? വെള്ളത്തിൽ ഏറ്റവും നന്നായിട്ട് ലയിക്കുന്ന ഗ്യാസ്, നെയിം ദ ഗ്യാസ്. യെസ്, അമോണിയയാണ്. NH3 ആണ് ആൻസർ, എഴുതിയിട്ടുണ്ട്. അടുത്തത് 13th ക്വസ്റ്റ്യൻ ആണ്. ജലത്തിന്റെ ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജലത്തിന്റെ ഘടന, സ്ട്രക്ചർ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആരാണ്? യെസ്, ലാവോസിയർ ആണ് ജലത്തിന്റെ ഘടന കണ്ടെത്തിയത്. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മണ്ണെണ്ണ കെറസിൻ ഓയിൽ, അതിലുള്ള മൂലകങ്ങൾ എലമെന്റ്സ് ഏതൊക്കെയാണ്? മണ്ണെണ്ണയിലെ മൂലകങ്ങൾ ഏതെല്ലാം എലമെന്റ്സ് ആണ് കെറസിൻ ഓയിലിൽ കാണപ്പെടുന്നത്? യെസ്, വളരെ സിമ്പിൾ ആണ് ആൻസർ. കാർബണും ഹൈഡ്രജനുമാണ് മണ്ണെണ്ണയിലെ പ്രധാന മൂലകങ്ങൾ. ഇനി നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റബ്ബർ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്താണ്. റബ്ബറിന്റെ ഘടനയും അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. റബ്ബറിന്റെ രാസഘടന കണ്ടെത്തിയത് ആരാണ്? റബ്ബറിന്റെ കെമിക്കൽ സ്ട്രക്ചർ കണ്ടെത്തിയത് ആരാണ്? വളരെ വിശ്വവിഖ്യാതനായ ഒരു സയന്റിസ്റ്റ് ആണ്. യെസ്, ഫാരഡേ ആണ് റബ്ബറിന്റെ രാസഘടന കണ്ടെത്തിയത്. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. സ്വർണത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. സ്വർണം എന്ന ലോഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. സ്വർണം ലയിക്കുന്ന ഒരു ദ്രാവകമുണ്ട്, ഒരു ലിക്വിഡ്. ഏത് ലിക്വിഡിലാണ് ഗോൾഡ് ഡിസോൾവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ആക്ച്വലി. ഓക്കെ, യെസ്, ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതൊരു മിശ്രിതമാണ്. യെസ്, അക്വാ റീജിയയിലാണ് സ്വർണം ലയിക്കുന്നത്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഫോസ്ഫറസ് പ്രധാനമായിട്ടും 3 തരത്തിൽ ഫോസ്ഫറസ് കാണപ്പെടുന്നുണ്ട്. വെളുത്ത ഫോസ്ഫറസ്, യെല്ലോ മഞ്ഞ ഫോസ്ഫറസ്, പിന്നെ റെഡ് ഫോസ്ഫറസ്, അങ്ങനെ 3 തരത്തിൽ കാണപ്പെടുന്നുണ്ട് പ്രധാനമായിട്ട്. അപ്പോൾ അതിൽ മഞ്ഞ ഫോസ്ഫറസ്, യെല്ലോ ഫോസ്ഫറസ് എന്തിലാണ് സൂക്ഷിക്കുന്നത്? യെസ്, വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു എലമെന്റ് ആണ് ഫോസ്ഫറസ്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കുന്നത് ജലത്തിലാണ്, അല്ലെങ്കിൽ തീ പിടിച്ചു പോകും. നമ്മൾ ശ്മശാനത്തിൽ തീ പിടിക്കുന്നതിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തിരുന്നു. മഞ്ഞ ഫോസ്ഫറസ് സൂക്ഷിച്ചു വെക്കുന്നത് ഏതിലാണ്? ജലത്തിലാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മൾ പലതവണ ചർച്ച ചെയ്ത ഒരു കണ്ടന്റ് ആണ്. ചിരിപ്പിക്കുന്ന വാതകം, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് എന്താണ്? യെസ്, എഴുതിയിട്ടുണ്ടായിരിക്കും. നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന 2 ലോഹങ്ങളുണ്ട്. There are 2 metals which are keeping in kerosene oil. അപ്പോൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന 2 ലോഹങ്ങൾ, മെറ്റൽസ് ഏതൊക്കെയാണ്? കെറസിൻ ഓയിലിൽ സൂക്ഷിക്കുന്ന 2 മെറ്റൽസ് ഏതൊക്കെയാണെന്ന് എഴുതുക. സിമ്പിൾ എഴുതിയാലും മതി. യെസ്, sodium and potassium, Na and K. These are the 2 elements, 2 metals which are keeping in kerosene oil. Okay, 20th question. ശ്രദ്ധിക്കുക. മെഴുക് ക്യാൻഡിലൊക്കെ ഉണ്ടാക്കുന്ന വാക്സ് അല്ലേ, പെട്രോളിയം റിഫൈനറിയുടെ ഒരു ഉൽപ്പന്നമാണ്. ഇതിനെ ഡിസോൾവ് ചെയ്യുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ഏത് ലിക്വിഡിലാണ്, ഏത് ദ്രാവകത്തിലാണ് മെഴുക് ലയിക്കുന്നത്? യെസ്, എല്ലാവർക്കും അറിയാം. യെസ്, ടർപ്പൻറ്റൈനിലാണ് മെഴുക് ലയിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണിന്റെ തരംഗ സ്വഭാവം തെളിയിച്ച സയന്റിസ്റ്റ് ആരാണ്? ഇലക്ട്രോണിന് വേവ് സ്വഭാവമുണ്ട്, പാർട്ടിക്കിൾ സ്വഭാവമുണ്ട്, ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൂടെയാണ് അതിന് തരംഗ സ്വഭാവമുണ്ട്, വേവ് നേച്ചർ ഉണ്ടെന്ന് തെളിയിച്ചത്. നെയിം ദ സയന്റിസ്റ്റ്. യെസ്, വളരെ എളുപ്പമാണ്. ഡിബ്രോളി എന്നാണ് നമ്മൾ എഴുതുന്നത്, ഡിബ്രോയി എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് 22nd ക്വസ്റ്റ്യൻ നോക്കാം. 22nd ക്വസ്റ്റ്യൻ. ഓക്സിജന്റെ സംയോജകത അഥവാ വാലൻസി എത്രയാണ്? ഓക്സിജന്റെ വാലൻസി, സംയോജകത, സംയോജിക്കാനുള്ള കഴിവ്, കമ്പൈനിങ് കപ്പാസിറ്റി എത്രയാണ് നോർമലി? യെസ്, എത്രയാണ്?
2 2 ആണ് സംയോജകത. ഓക്സിജന്റെ വാലൻസി 2 ആണ്. അടുത്തത് മഴ പെയ്യാതെ ഇരിക്കുന്ന സമയത്ത് കൃത്രിമ മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോൾട്ട് സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ റെയിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ സോൾട്ടിൻ്റെ പേരെന്താണ്? ആർട്ടിഫിഷ്യൽ റെയിൻ കൃത്രിമ മഴ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സോൾട്ടിൻ്റെ പേര് എന്താണ്? യെസ്, AgI സിൽവർ അയോഡൈഡ് ആണ് കൃത്രിമ മഴ പെയ്യാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ്, കെമിക്കൽ സബ്സ്റ്റൻസ്. ഓക്കെ, 24ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ഫോസ്ഫറസ് ഏത് ലിക്വിഡിലാണ് ഡിസോൾവ് ചെയ്യുന്നത്, ലയിക്കുന്നത്? ഫോസ്ഫറസ് ഏത് ലിക്വിഡിലാണ് ഡിസോൾവ് ചെയ്തെടുക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. യെസ്, CS2ലാണ്, കാർബൺ ഡൈ സൾഫൈഡിലാണ് ഫോസ്ഫറസ് ഡിസോൾവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അടുത്ത വളരെ ലളിതമായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 25th ക്വസ്റ്റ്യൻ. മോര് എന്താണെന്ന് അറിയാം അല്ലേ? നമ്മൾ ഊണ് കഴിക്കുന്ന സമയത്തൊക്കെ മോര് കൂട്ടി കഴിക്കാറുണ്ട്. അപ്പം മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? യെസ്, കിട്ടിയിട്ടുണ്ടായിരിക്കും. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. ഓക്കെ, 26th ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ? ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? യെസ്, എല്ലാവർക്കും അറിയാം, JJ തോംസൺ. മഹാനായ JJ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, 27ാമത്തെ ചോദ്യം. മഷി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അയൺ സോൾട്ട് ഏതാണ്? മഷി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇങ്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ സോൾട്ട്, അയണിൻ്റെ സോൾട്ട് ഏതാണ്? നമ്മളൊരിക്കൽ ചർച്ച ചെയ്തതാണ്, നമ്മളൊരു വീഡിയോയിൽ അത് ചർച്ച ചെയ്തതാണ്. ഓർമ്മയുണ്ടെങ്കിൽ വേഗം എഴുതാം. യെസ്, ഫെറസ് സൾഫേറ്റ് ആണ് മഷി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അയൺ സോൾട്ട്. 28th ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നു. രാസപരമായി തുരുമ്പ് എന്താണ്? രാസപരമായി തുരുമ്പ് എന്താണ്? റസ്റ്റ്, തുരുമ്പ് അഥവാ റസ്റ്റ് കെമിക്കലി എന്താണ്? യെസ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ് തുരുമ്പ് എന്നറിയപ്പെടുന്നത്. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് Fe2O3.XH2O അതാണ് തുരുമ്പ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, 29th ക്വസ്റ്റ്യൻ. ആദ്യമായി നൈട്രജൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ആദ്യമായി നൈട്രജൻ സെപ്പറേറ്റ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? യെസ്, ഓക്കെ, റുദർഫോർഡ് ആണ് ആദ്യമായിട്ട് നൈട്രജൻ സെപ്പറേറ്റ് ചെയ്തെടുത്തത്. 30th ക്വസ്റ്റ്യൻ, 30ാമത്തെ ചോദ്യം. ചൂടാക്കുമ്പോൾ ലിക്വിഡ് ആവാതെ നേരിട്ട് വാതകമാകുന്ന മൂലകം ഏതാണ്? എലമെന്റ് ഏതാണ്? ഏത് എലമെന്റ് ആണ് ചൂടാക്കുമ്പോൾ ലിക്വിഡ് ആവാതെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയി മാറുന്നത്? ഈ പ്രോസസ്സിന് എന്താ പറയുക? സബ്ലിമേഷൻ എന്നാണ് പറയുക അല്ലേ? അങ്ങനെ ഏത് മൂലകമാണ്, എലമെന്റ് ആണ് നേരിട്ട് സബ്ലൈം ചെയ്ത് ഗേഷ്യസ് ഫോമിലേക്ക് എത്തുന്നത്? യെസ്, അയോഡിൻ ആണ്, അയോഡിൻ. ഓക്കെ, 31st ക്വസ്റ്റ്യൻ. ലെഡ് പെൻസിലിൽ എത്ര ശതമാനം ലെഡ് ഉണ്ട്? വാട്ട്സ് ദ പെർസെന്റേജ് ഓഫ് ലെഡ് ഇൻ ലെഡ് പെൻസിൽ? ലെഡ് പെൻസിലുള്ള ലെഡിന്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? യെസ്, ആൻസർ 0, 0 ലെഡ് പെൻസിലിൽ ലെഡ് ഇല്ല, അത് ഗ്രാഫൈറ്റ് ആണ്. ഓക്കെ, 32ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 32. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകം ഏതാണ്? ഭോപ്പാൽ ട്രാജഡിക്ക് കാരണമായിരിക്കുന്ന ഗ്യാസ് ഏതാണ്? യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് MIC എന്ന പേരിൽ അറിയപ്പെടുന്നു. മീഥൈൽ ഐസോസയനേറ്റ് ആണ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായി തീർന്നത്. കുറേ ആളുകൾ മരിച്ച വലിയ ഒരു വ്യാവസായിക ദുരന്തമാണ് ശരിക്കത്. 33ാമത്തെ ചോദ്യം. ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന ഗ്യാസ് ഏതാണ്? ഇലക്ട്രിക് ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ്? അറിയാം, എല്ലാവർക്കും അറിയാം. ഓക്കെ, ആർഗൺ ആണ്, ആർഗൺ. ഓക്കെ, 34ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ആണവ നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? യെസ്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, താരാപൂരാണ്, താരാപൂർ. 35ാമത്തെ ചോദ്യം. മനുഷ്യന്റെ ശരീരത്തിൽ ധാരാളം മിനറൽസ് ആവശ്യമുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു മിനറൽ ഒരു മെറ്റലിൻ്റെയാണ്, ഒരു ലോഹത്തിൻ്റെയാണ്. ഏത് മെറ്റലിൻ്റെ മിനറലാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? യെസ്, കാൽസ്യത്തിൻ്റെയാണ്. കാൽസ്യത്തിൻ്റെ മിനറൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. 36ാമത്തെ ചോദ്യം. പെയിൻ കില്ലേഴ്സ് നിങ്ങൾക്കറിയാം, വേദനസംഹാരികൾ. വേദനസംഹാരികളിൽ APC എന്നറിയപ്പെടുന്ന ഒന്നുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാണ്? APCയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ്. A എന്താണ് സൂചിപ്പിക്കുന്നത്? P എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് എഴുതേണ്ടത്. യെസ്, ആസ്പിരിൻ, ഫെനാസെറ്റിൻ, കഫിൻ. ആസ്പിരിൻ, ഫെനാസെറ്റിൻ, കഫിൻ. 37ാമത്തെ ചോദ്യം. കൈനറ്റിക് തിയറി ഗതിക സിദ്ധാന്തം നിങ്ങൾക്കറിയാം. ഈ തിയറി അവതരിപ്പിച്ചത് ആരാണ്? ഗതിക സിദ്ധാന്തം അല്ലെങ്കിൽ കൈനറ്റിക് തിയറി അവതരിപ്പിച്ചത് ആരാണ്? യെസ്, മഹാനായ
ക്ലൗഷ്യസ് ആണ് ഇത് അവതരിപ്പിച്ചത്. ശരി. 38th ക്വസ്റ്റ്യൻ, 38ാമത്തെ ചോദ്യം. ടെർലിനിൽ ഉള്ള ഘടക സംയുക്തങ്ങൾ എന്തൊക്കെയാണ്? ടെർലിൻ എന്ന് പറയുന്നത് ഒരു കൃത്രിമ നൂലാണ്. ടെർലിൻ ഈസ് എൻ ആർട്ടിഫിഷ്യൽ പോളിമർ. ടെർലിനിൽ ഉള്ള സംയുക്തങ്ങൾ, കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? യെസ്, ടെറിഥാലിക് ആസിഡും എഥിലീൻ ഗ്ലൈക്കോളുമാണ് ടെർലിനിലുള്ള ഘടക സംയുക്തങ്ങൾ. ടെറിഥാലിക് ആസിഡും എഥിലീൻ ഗ്ലൈക്കോളുമാണ് ടെർലിനിൽ ഉള്ള ഘടക സംയുക്തങ്ങൾ. 39ാമത്തെ ചോദ്യം. കാപ്രോലാക്ടത്തിൽ നിന്നും ഉണ്ടാക്കുന്ന കൃത്രിമ നാര് ഏതാണ്? കാപ്രോലാക്ടത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പോളിമർ ഏതാണ്? കാപ്രോലാക്ടത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പോളിമർ ഏതാണ്? യെസ്, ഏതാണ്? നൈലോൺ 6 ആണ് കാപ്രോലാക്ടത്തിൽ നിന്നുണ്ടാക്കുന്ന പോളിമർ. ഓക്കെ. 40ാമത്തെ ചോദ്യം. അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈഅമീനും ചേർത്തുണ്ടാക്കുന്ന പോളിമർ ഏതാണ്? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈഅമീനും ചേർത്തുണ്ടാക്കുന്ന പോളിമർ ഏതാണ്? യെസ്, ഏതാണ്? യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നൈലോൺ 66. സാധാരണ നൈലോൺ എന്നറിയപ്പെടുന്നത് നൈലോൺ 66 ആണ്. ശരി. 41ാമത്തെ ചോദ്യം. ഗ്ലാസിൽ എച്ചിങ് ചെയ്യുന്നത് ഏത് കെമിക്കൽ കൊണ്ടാണ്? ഗ്ലാസിൽ എച്ചിങ് നടത്താൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണ്? എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. യെസ്, ഏതാണ്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് HF ആണ് ഗ്ലാസിൽ എച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. HF. 42ാമത്തെ ചോദ്യം. കാർബൺ ഡയോക്സൈഡ് ലേസർ വികസിപ്പിച്ച പ്രഗത്ഭനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? കാർബൺ ഡയോക്സൈഡ് ലേസർ വികസിപ്പിച്ച ഇന്ത്യൻ സയന്റിസ്റ്റ് ആരാണ്? യെസ്, ആരാ നോക്കൂ? ഡോക്ടർ CKN പട്ടേലാണ്. 43ാമത്തെ ചോദ്യത്തിലേക്ക് എത്തുന്നു. LPGയുടെ ചോർച്ച മനസ്സിലാക്കാൻ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ ഉണ്ട്. അതിന്റെ പേരെന്താണ്? യെസ്, മെർക്യാപ്റ്റൻ എഴുതിയാലും മതി. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ. 44ാമത്തെ ചോദ്യം. ഡെൻസിറ്റി കുറഞ്ഞ തീ പിടിക്കാത്ത ഒരു ഗ്യാസ് ഏതാണ്? വളരെ ഡെൻസിറ്റി കുറവാണ്, സാന്ദ്രത വളരെ കുറവാണ്, എന്നാൽ തീ പിടിക്കുന്നുമില്ല. അങ്ങനെയുള്ളൊരു വാതകം ഏതാണ്? ഗ്യാസ് ഏതാണ്? യെസ്, ഏതാണെന്ന് എല്ലാവർക്കും അറിയാം, ഹീലിയമാണ്. ഓക്കെ. 45ാമത്തെ ചോദ്യം. ജീവിച്ചിരിക്കാൻ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കേണ്ട ഓക്സിജന്റെ ഏറ്റവും കുറഞ്ഞ അളവ് എത്രയാണ്? സാധാരണ ഓക്സിജന്റെ അന്തരീക്ഷത്തിലെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21% ആണ് അറൗണ്ട്, അല്ലേ? അപ്പൊ ജീവിച്ചിരിക്കാൻ, ജീവൻ നിലനിർത്തുന്നതിന് അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കേണ്ട ഓക്സിജന്റെ ഏറ്റവും കുറഞ്ഞ അളവ് എത്രയാണ്? 6.9%. 6.9%. 46ാമത്തെ ചോദ്യം. വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? നമുക്ക് അവഗാഡ്രോ ലോയും ഒക്കെ നമ്മൾ പഠിച്ചാണ്. ബോയ്സ് ലോ, അവഗാഡ്രോ ലോ, ചാൾസ് ലോ ഒക്കെ പഠിച്ചതാണല്ലോ. ഗ്യാസ് ലോസ് നമുക്കറിയാം. വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിച്ച സയന്റിസ്റ്റ് ആരാണ്? ടോറിസെല്ലി. 47ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജി എവിടെയാണ്? യെസ്, എവിടെയാണ്? കാൺപൂരാണ്. കാൺപൂർ. 48ാമത്തെ ചോദ്യം. കാർബൺ പേപ്പർ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ്? യെസ്, അറിയോ? യെസ്, ആരാണ്? റാൾഫ് വെഡ്ജ്വുഡ്. 49ാമത്തെ ചോദ്യം. ട്രൈക്ലോറോമീഥേൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ട്രൈക്ലോറോമീഥേൻ സാധാരണ നമുക്കെല്ലാം പരിചയമുള്ള ഒരു കോമ്പൗണ്ടാണ്. ട്രൈക്ലോറോമീഥേൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഏതാണ്? യെസ്, ക്ലോറോഫോം ആണ്. ട്രൈക്ലോറോമീഥേൻ, ക്ലോറോഫോം. അവസാനത്തെ ചോദ്യം, 50ാമത്തെ ചോദ്യം. കരിങ്കൽ പൊടി ശ്വസിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന രോഗം ഏതാണ്? കരിങ്കൽ പൊടി ശ്വസിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന രോഗം ഏതാണ്? കരിങ്കൽ പൊടി കരിങ്കൽ പൊടി ശ്വസിച്ചത് കൊണ്ടുണ്ടാവുന്ന രോഗം ഏതാണ്? സിലിക്കോസിസ് എന്ന രോഗമാണ്. ഓക്കെ. അപ്പോൾ 50 ചോദ്യങ്ങൾ, കെമിസ്ട്രിയുടെ 50 അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അടുത്തത് ഇതിനേക്കാൾ കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ ചോദ്യങ്ങളായിരിക്കും. ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി +1 +2 പഠിക്കുന്ന കുട്ടികൾക്കും സാധാരണ PSC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങളാണ്. PCL ബോണ്ടിന്റെ 5ാമത്തെ ക്വിസ് പ്രോഗ്രാം വരുന്നു. അത് വരുന്ന സമയത്ത് കുറെ കൂടി അഡ്വാൻസ്ഡ് ആയ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾ കാത്തിരിക്കുക. താങ്ക് യു. സബ്സ്ക്രൈബ് ദ ചാനൽ. PCL ബോണ്ട്.